ഇന്ന് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണ്, അല്ലെങ്കിൽ ബോർഡർലൈൻ പേഴ്സണാലിറ്റി എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള ധാരണയൊക്കെ ഇന്ന് എല്ലാവർക്കും ഉണ്ടായിരിക്കും അല്ലേ? പക്ഷേ ഇവരുടെയൊക്കെ കൂടെ കഴിയുന്നവരുടെ മാനസിക ആരോഗ്യം എത്രമാത്രം മെച്ചപ്പെട്ടിട്ടുള്ളതാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഈ അടുത്ത് തന്നെ ഒരു ലേഡി ഒരു ഡോക്ടറെ അടുത്ത്, ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുകയുണ്ടായി, എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട പല വീഡിയോസിലും കണ്ടിട്ടുള്ള ഒരു ഡിസോർഡറിനെ കുറിച്ച് ഉള്ളതും അതുപോലെ സാമ്യമുള്ളതിനെ പോലെ എനിക്ക് തോന്നി എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതും ഈ ഒരു ഡോക്ടർ അവരോട് തിരിച്ച് ചോദിക്കുകയുണ്ടായി, യഥാർത്ഥത്തിൽ അവർക്കാണോ ബുദ്ധിമുട്ട്, നിങ്ങൾക്കാണോ ബുദ്ധിമുട്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ തന്നെ ഈ ലേഡി ഫോൺ കട്ട് ചെയ്തു. പിന്നീട് അവർ അതിനെക്കുറിച്ചൊന്ന് ഇരുത്തി ചിന്തിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, ശരിയാണ്, എൻ്റെ പെരുമാറ്റത്തിലും എൻ്റെ സ്വഭാവത്തിലും ഒക്കെ തന്നെ വളരെ വലിയ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം അവരപ്പോഴാണ് മനസ്സിലാക്കിയത്. ഇത്തരം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ളവരുടെ കൂടെ കഴിയുന്നവർക്ക്, അത് പാർട്ട്ണറായിരിക്കാം, പാരൻസ് ആയിരിക്കാം, കുട്ടികളായിരിക്കാം, അവർക്കൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, വലിയ രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ആങ്സൈറ്റി, ഡിപ്രഷൻ, പാനിക് അറ്റാക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ ഇവരെ നിരന്തരം പിന്തുടരുന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ വിശ്വാസങ്ങളിൽ, ഇവരുടെ സ്വഭാവത്തിൽ, ഇവരുടെ കാഴ്ചപ്പാടുകളിലൊക്കെ തന്നെയും, ഇവരുടെ ചിന്തകളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് പലപ്പോഴും വളരെ രീതിയിൽ അബ്യൂസ് അനുഭവിച്ചിട്ട് കൂടി അവർ ആത്മഹത്യ ചെയ്യുന്നു. ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് അവർക്ക് തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് പോരാൻ പറ്റുന്നില്ല, വിദ്യാഭ്യാസമുണ്ട്, പണമുണ്ട്, എന്നിട്ട് പോലും അവർക്ക് ആ ലൂപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരാൻ സാധിക്കാത്തത് ഒരുപാട് നാൾ അണിഞ്ഞിട്ടുള്ള ആ ഒരു ചങ്ങല എന്ന് പറയുന്നത് അവർക്ക് പിന്നീട് അതൊരു ആഭരണമായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്നും മറികടക്കാൻ, ഇതൊന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഇവർക്ക് ആവശ്യമാണ്. അല്ലാണ്ട് വെറുതെ ഇത് ഇങ്ങനെയൊക്കെയല്ലേ, നിനക്ക് ചിന്തിച്ചുകൂടെ, നിനക്ക് ഇതിൽ നിന്ന് ഇറങ്ങി പോന്നൂടെ, നീ എന്തിനാണ് എല്ലാവരുടെ കാര്യവും നോക്കുന്നത്, നിൻ്റെ കാര്യം നോക്ക് എന്നും പറഞ്ഞ് നമ്മൾ വാക്കുകളോ അല്ലെങ്കിൽ പ്രോമിസോ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും തന്നെ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരു ബെറ്റർ ആയിട്ടുള്ള തീരുമാനം എന്നത്. താങ്ക് യു.